ശബരിമലയുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി വരുന്ന വാർത്ത ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ ശബരിമലയ്ക്ക് സമീപമുള്ള വനത്തിൽ അജ്ഞാത സംഘമെന്നും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുതിയ വിവരം വരുന്നത് അവിടെ വലിയ രീതിയിൽ വനത്തിനുള്ളിൽ മൃഗവേട്ട നടക്കുകയാണ്. കൃത്യമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ടോ? നമ്മൾ ഈ വിഷയം മുമ്പ് ചർച്ച ചെയ്യുകയും ഒരു വീഡിയോ ഇടുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ നമ്മൾ പറഞ്ഞതാണ് ഈ ശബരിമല വനത്തിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ആദിവാസികളുടെയും മറ്റും വീടുകളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ, പാത്രം, ഇവയൊക്കെ വസ്ത്രം ഇവയൊക്കെ മോഷണം പോകുന്നു എന്ന്. അങ്ങനെ ഈ വനപാലകരൊക്കെ അന്വേഷണം നടത്തി, പക്ഷെ ഇതെങ്ങും എത്തിയില്ല. പക്ഷെ ഇപ്പോൾ അറിയുന്നത് വലിയ രീതിയിൽ മൃഗവേട്ട നടത്തി എന്നുള്ളത്. ഈ എല്ലാവരുടെയും വിചാരം ശബരിമല എന്ന് പറയുന്നത് അവിടെ എത്ര ലക്ഷം തീർത്ഥാടകരെത്തുന്നു, മാസത്തിൽ 5 ദിവസം നട തുറക്കുന്നു, അപ്പോൾ എന്തോ ഒരു വലിയ ടൗൺഷിപ്പ് പോലെ, ഈ തിരുപ്പതി പോലൊക്കെയാണെന്നാണ് പലരുടെയും ധാരണ. ഇത് കൊടും വനമാണ്, കൊടും വനം. ഇപ്പം നട അടച്ചിരിക്കുന്ന സമയമല്ലേ. ഈ സമയത്തൊക്കെ നമ്മൾ തീർത്ഥാടകർ വരി നിന്ന് പോകുന്ന നടപ്പന്തലിലൊക്കെ കാട്ടുമൃഗങ്ങൾ വന്ന് കിടക്കുന്നുണ്ട്. മേൽശാന്തി സന്നിധാനത്ത് തന്നെയാണ് താമസിക്കുന്നത്. മേൽശാന്തിയും പിന്നെ അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റി, BSNL, ഇലക്ട്രിസിറ്റി, പമ്പയിൽ പോലീസ് സ്റ്റേഷനുണ്ട്, KSRTC ഉണ്ട്, പോസ്റ്റ് ഓഫീസുണ്ട്. ഇതിലൊന്നും സ്റ്റാഫുകളൊന്നും ഒരുപാടില്ല, ആവശ്യത്തിനുള്ളത് മാത്രമാണ്. അപ്പോൾ ഇപ്പം സന്നിധാനത്ത് തന്നെ മേൽശാന്തി ഒന്നും സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് പടിയിറങ്ങി താഴോട്ട് വരുത്തില്ല. കാരണം നടപ്പന്തലിലൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്രത്തോളം വലിയ വനമാണ് അത്. ഇവര് ഈ തമിഴ്നാട്ടിൽ നിന്ന് കയറുന്നു എന്നാണ് ഒരു ചിത്രം വ്യക്തമാക്കുന്നത്. അതായത് അതിനോട് ചേർന്നാണല്ലോ. അങ്ങനെയാണ് ഭക്തർ ശരണം വിളിക്കുന്നത് പോലും. പാണ്ടി മലയാളം അടക്കി വാഴും എന്നാണ് ശരണം വിളിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കയറുന്നു. അച്ചൻകോവിൽ ഭാഗത്ത് നിന്നും, അച്ചൻകോവിലൊക്കെ വലിയ വനമാണ്, അവിടെ നിന്നാണ് കയറുന്നത്. ഈ വനപാലകർ പോകുന്നതിന് സമാന്തരമായിട്ട് ഇവർ വേറെ പാതയിട്ടാണ് പോകുന്നത്. ഈ 5 വർഷം 7 കാട്ടുപോത്തിനെയാണ് വേട്ടയാടപ്പെട്ടതെന്നാണ്. 2 ആനക്കൊമ്പ് വേട്ടയും നടന്നു എന്ന് പറയുന്നുണ്ട്. അതായത് ഇവരുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത് അനധികൃതമായി തോക്ക് കൈവശം വയ്ക്കുന്ന 53 പേരുണ്ടെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ വീടുകളിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ചതായി പരാതി. അക്കാര്യത്തിൽ അന്വേഷണം തുടരുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പല ഭാഗത്തു നിന്ന് വിസ്തൃതമായി കിടക്കുകയല്ലേ. ശബരിമല ദേവസ്വത്തിന് ആകെ കൂടെ 50-55 ഏക്കറേ ഉള്ളൂ. ബാക്കി മുഴുവന് വനം വകുപ്പിൻ്റെയാണ്. അതിൽ നിന്നാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. സാർ തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അപ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ട. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വലിയ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടോ? ഇത് ഇപ്പം സീതത്തോട് പോലീസാണ് പറയുന്നത്. വീടുകളിൽ നിന്ന് ഭക്ഷണം മോഷ്ടിച്ചതായി പരാതി ലഭിച്ചിട്ടുണ്ട്, അന്വേഷണം തുടരുന്നു. പമ്പയിൽ പോലീസുണ്ട്, റാന്നി പെരുന്നാട് പോലീസ് സ്റ്റേഷനുണ്ട്. പിന്നെ അതുപോലെ കുമളി, ഈ പുൽമേട് ഭാഗത്തൊക്കെ അവിടെ നിന്നും ഇറങ്ങി വരാം. വണ്ടിപ്പെരിയാർ വഴി തീർത്ഥാടന കാലത്ത് മാത്രമേ ആ പാത തീർത്ഥാടകർക്ക് തുറന്നു കൊടുക്കത്തുള്ളൂ. കാരണം ആ പുൽമേട് എന്നൊക്കെ പറയുന്ന പുലിയുള്ള പ്രദേശമാണ്, കടുവയൊക്കെ ഉള്ളതാണ്, ഘോരമായിട്ടുള്ള വനം തന്നെയാണ്. അപ്പോൾ ആ പ്രദേശത്ത് ഈ വനപാലകർക്ക് എന്താ പ്രശ്നം എന്നറിയാമോ? അവർക്ക് കാലത്തിനനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇവരുടെ കൈവശമില്ല. വലിയ ലോങ് ആയിട്ട് കിട്ടാവുന്ന തരത്തിൽ വാഹനം പോലും ഇല്ല, ശരിയായ രീതിയിൽ വാഹനമില്ല. വളരെ ദൂരെ കിട്ടാവുന്ന ലൈറ്റുകളുണ്ടല്ലോ ഇപ്പം, അതുപോലും ഇവരുടെ കൈവശമില്ലെന്നാണ് പറയുന്നത്. ഇപ്പോൾ വനപാലകരെന്ന് പറഞ്ഞാൽ ഇവർ മനുഷ്യരല്ലേ. ഇവർക്ക് അതിൻ്റേതായ തരത്തിലുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ എക്യുപ്മെൻസും അവരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള കവചവും ഒക്കെ അവർക്ക് നൽകണം. ഈ പൊന്നമ്പലമേട് എന്ന് പറയുന്നത് അതീവ സുരക്ഷാ മേഖലയാണ്. ഹൈക്കോടതിയുടെ പ്രത്യേക നിരീക്ഷണത്തിലിരിക്കുന്നതാണ്. ഇടയ്ക്ക് ആരൊക്കെ ഏതോ യൂട്യൂബ് ചാനലുകാർ ഇതിൻ്റെ പൊന്നമ്പലമേട്ടിൽ നിന്നുള്ള ദൃശ്യമൊക്കെ പുറത്തുവിട്ടതിൻ്റെ പേരിൽ വലിയ വിവാദമായതാണ്.
അതിനുശേഷം അവിടെ വലിയ ടവർ ഉണ്ടാക്കി അതിൽ ഏത് സമയവും പിന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ വീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ കാണാത്ത, ഇതുവരെ കേട്ടിട്ടില്ലാത്തതും കാണാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള വൃക്ഷങ്ങളും സസ്യലതാദികൾ, പിന്നെ അതുപോലെ വലിയ ജന്തുക്കളും ഒക്കെ ഉള്ള തുടക്കത്തിൽ പോലീസ് തന്നെ സംശയം പ്രകടിപ്പിച്ചത്, നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്ന മുൻപ് ആ പ്രദേശങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം നിരന്തരം കാണുന്ന ഒരു പ്രദേശം കൂടെയാണ്. പക്ഷെ അതിപ്പോൾ പോലീസ് സംശയിക്കുന്നുണ്ടല്ലോ. ഒരു പരിധി നോക്കിയാൽ ഇപ്പോൾ പൂർണ്ണമായി തന്നെ കേരളത്തിൽ നിന്നും മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാരായിരിക്കും? എനിക്ക് എൻ്റെ നിഗമനം, ഈ മാവോയിസ്റ്റുകളാകാൻ ഒരിക്കലും വഴിയില്ല. ഇത് മൃഗവേട്ട തന്നെയാണ്. പക്ഷേ ഈ മൃഗവേട്ട നടത്തുന്നവരെയും സൂക്ഷിക്കണം. അതീവ സുരക്ഷാ മേഖലയാണ് ശബരിമല എന്ന് പറയുന്നത്. ഇപ്പോൾ രാഷ്ട്രപതിയൊക്കെ തന്നെ വരാനിരിക്കുകയാണെന്ന് പറയുന്നത് ഈ അടുത്ത സമയത്തൊക്കെ. രാഷ്ട്രപതി ആയാലും പ്രധാനമന്ത്രി ആയാലും ഒക്കെ വരുമ്പോൾ ഇവരൊക്കെ പോകുന്നത്, ഇവർ ഈ പിന്നെ ആംബുലൻസ് കൊടുത്താലും ജീപ്പ് ആംബുലൻസ് കൊടുത്താലും ചിലപ്പോൾ അത് ഉപയോഗിക്കത്തില്ല. പരമ്പരാഗതമായ രീതിയിൽ തന്നെ നടന്നു കയറി പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം ഈ ചുറ്റും വനമാണ്. അപ്പം ഈ ഇത്തരത്തിലുള്ള മൃഗവേട്ട എന്നുള്ള പേരിൽ ഈ അജ്ഞാത സംഘം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ സംശയിക്കേണ്ട കാര്യം തന്നെയാണ്. ധാരാളം മൃഗങ്ങളുണ്ട്. ഈ വനപാലകർ ഏതെല്ലാം ഭാഗത്താണ് എത്തുന്നതെന്നും അവരുടെ ദൃഷ്ടി എവിടെ വരെ വരുന്നു എന്നും ഈ മൃഗവേട്ട നടത്തുന്നവർക്കറിയാം. ഈ മൃഗവേട്ട നടത്തുന്നത് പ്രധാനമായിട്ടും തമിഴ്നാട് ഭാഗത്തു നിന്നുള്ളവരാണ്. അവർക്ക് ഇങ്ങോട്ട് കയറാൻ എളുപ്പമാണ്. നമ്മുടെ അത് ബോർഡറല്ലേ. അപ്പോൾ ഈ വനപാലകരുടെ റൂട്ട് അവർക്കറിയാം. അപ്പോൾ അങ്ങനെ കടന്ന് ഇവർ ഈ പല ജീവികളെയും കൊന്ന് അത് ഇറച്ചിയാക്കി നാട്ടിൽ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അപ്പോൾ തന്നെ വാങ്ങിക്കൊണ്ടുപോകാൻ ആൾക്കാരുമുണ്ട്. ഇവരുടെ കയ്യിലിരിക്കുന്ന തോക്കെന്ന് പറയുന്നത് ലൈസൻസ് ഇല്ലാത്തതുമാണ്. അപ്പം പലതരത്തിലുള്ള കുറ്റമാണ്. പണ്ട് ഈ ശബരിമല 1950 ശബരിമല ക്ഷേത്രത്തിന് തീപിടിച്ചു പറയുന്നുണ്ട്. തീപിടിച്ചതല്ല, തീ വച്ചതാണ്. അത് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടൊന്നും ഇപ്പോഴും പുറത്തു വിട്ടിട്ടില്ല. കാരണം അത് പിന്നെ കമ്മ്യൂണൽ ഇഷ്യൂ ആയതുകൊണ്ട് അത് പുറത്തു വിട്ടിട്ടില്ല. അത് കാട്ടിൽ അലഞ്ഞു നടന്ന ഒരാളെ കൊണ്ട് ചെയ്യിച്ചതാണെന്നാണ് പറയുന്നത്. വെറും 20 രൂപയാണ് കൊടുത്തത്. ശബരിമല ക്ഷേത്രം അങ്ങ് തീ വെച്ചേക്കാൻ പറഞ്ഞു. 20 രൂപ. കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അത് വലിയ പ്രശ്നമുള്ള സംഭവമാണ്. അപ്പോൾ ഇത് അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ശബരിമലയുടെ അത്തരത്തിലുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുള്ളത് കൊണ്ട് ഈ അജ്ഞാത സംഘത്തെയും യഥാർത്ഥത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ പമ്പയിലെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാലും അവർ നമ്മുടെ ഇവിടെ ഉള്ള പോലീസ് ശബരിമല പറയുമ്പോൾ പലരുടെയും കണ്ണിലെ കരടാണല്ലോ. പ്രത്യേകിച്ച് നമ്മളെ സർക്കാർ തന്നെ പലതവണ ശബരിമലയിലേക്ക് ഇരച്ചു കയറുന്നത് കണ്ടിട്ടുണ്ട്. അതെ, നമ്മുടെ സർക്കാർ പോലും വേണ്ട തരത്തിൽ അതിന് സംരക്ഷണം കൊടുക്കുന്നില്ല. അവർ ഈ തീർത്ഥാടന കാലം മാത്രം കാണുന്നു. തീർത്ഥാടന കാലം കണ്ട് അതിൽ നിന്നുള്ള വരുമാനത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നതാണ്. പക്ഷേ പമ്പയിലുള്ള പോലീസ് സ്റ്റേഷനൊക്കെ ഒന്നും കൂടി അവരുടെ അംഗബലം കൂട്ടണം. അതുപോലെ തന്നെ വനപാലകർക്ക് വേണ്ട തരത്തിലുള്ള സൗകര്യം കൂടുതലായിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഈ മണ്ണാറക്കുളഞ്ഞി പമ്പ റൂട്ടിലേക്ക് പോകുമ്പോൾ ഇലവുങ്കൽ ഭാഗത്തായിട്ട് ഒരു ഫോറസ്റ്റ് ഓഫീസുണ്ട്. അതുപോലെ കുമളി ഭാഗത്തു നിന്ന് വരുമ്പോഴും വണ്ടിപ്പെരിയാർ ഭാഗത്തും ഫോറസ്റ്റ് ഓഫീസുണ്ട്. പക്ഷേ ഇവർ ഉൾവനത്തിലോട്ട്, ഈ അജ്ഞാത സംഘത്തിനൊക്കെ പല വഴികളുണ്ട്. ഇവർക്ക് ഈ വനത്തിലുള്ള ജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള സംവിധാനങ്ങളും ഒക്കെ അവരുടെ കൈവശം ഉണ്ടാകും. അവരുടെ ഈ കാട്ടിൽ കഴിഞ്ഞിട്ടുള്ള ശീലമുള്ളവരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവരെ പിന്നെ നിരീക്ഷിക്കുന്നതിന് വേണ്ട സൗകര്യം ഈ വനപാലകർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. സമീപത്തുള്ള പോലീസ് സ്റ്റേഷനൊക്കെ ഒന്നുകൂടി വിപുലവും ജാഗ്രതയുള്ളതാക്കണം. ഇപ്പോൾ സീതത്തോട് പോലീസ് സ്റ്റേഷനായാലും റാന്നി പെരുന്നാട് പോലീസ് സ്റ്റേഷനും, റാന്നി പെരുന്നാട് പഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി ജാഗ്രതയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പമ്പയിൽ പോലീസ് സ്റ്റേഷനുണ്ട്, പക്ഷേ അതൊക്കെ ഒരു പേരിന് മാത്രമാണ്. അവിടെ അത്ര ആവശ്യങ്ങൾ, മറ്റ് കേസുകളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പ്രധാനമായിട്ടും ഈ ശബരിമല പാതയിലെ കാര്യങ്ങൾ നോക്കുക. ഈ തീർത്ഥാടകരില്ലാത്ത സമയത്ത്, തീർത്ഥാടകർ ഏറെയാകുന്ന സമയത്തേക്കും സീസൺ ആകുമ്പോൾ വലിയ സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അധികാരികൾ കുറച്ചും കൂടി ജാഗ്രത പാലിച്ചില്ലെങ്കിൽ ഈ അജ്ഞാത സംഘത്തിൻ്റെ നീക്കം നമ്മൾ പിന്നെ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. അതിനകത്ത് പല സംശയങ്ങളും ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.